ഹലോ, ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണേ. നമ്മുടെ വീട്ടില് പപ്പടം ഉണ്ടാവല്ലോ അല്ലേ? ആ പപ്പടം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചായക്കടിയാണ് ട്ടോ. നല്ല മൊരിഞ്ഞ പപ്പടത്തിന് ഉള്ളില് നല്ല മസാലയൊക്കെ വെച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നല്ല അടിപൊളി ടേസ്റ്റാണ് ട്ടോ. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരുടെ വീട്ടിലും എന്തായാലും പപ്പടം ഉണ്ടാവല്ലോ അല്ലേ? അപ്പോൾ പപ്പടം വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് തന്നെ നമുക്ക് അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ കുറച്ച് പപ്പടം വേണം കേട്ടോ. കുറച്ച് വലിയ പപ്പടമാണെങ്കിൽ നല്ലതായിരിക്കും. കാരണമെന്ന് വെച്ചാൽ നമ്മളിത് ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കുമ്പം അതിങ്ങനെ ചെറുതാകുമ്പോഴത്തേക്കും നമുക്കധികം ഫില്ലിങ്സ് വെക്കാൻ പാടായിരിക്കും. ആദ്യം നമുക്കതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാള ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ട്ടോ. നല്ല രീതിയിൽ വഴന്ന് വരണം. കാരണം നമ്മളിത് ഫില്ലിങ്സ് വെക്കുമ്പോൾ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി എല്ലാം കുറേശ്ശെ മതി ട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ് കേട്ടോ. അതില്ലെങ്കിലും വിഷയമില്ല. എൻ്റെ കയ്യിലുള്ള വെജ്ജീസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ക്യാപ്സിക്കവും വെള്ളരിക്ക ഉണ്ടല്ലോ, മറ്റേ നീളമുള്ള വെള്ളരിക്ക അതാണ് ഇട്ട് കൊടുത്തത്. ഇത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ക്യാരറ്റോ ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതിയാവും കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. പിന്നെ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ എൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 ചീസാണ് കേട്ടോ. ആ ചീസ് ഞാനിങ്ങനെ പൊടിച്ചിട്ട് ഈ വെജ്ജീസിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചീസും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ആ വെജ്ജീസ് ഞാൻ അടച്ച് വെച്ച് ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ ചീസിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെജ്ജീസ് നല്ല ടേസ്റ്റാണ്. ഇത് ചുമ്മാതെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ ഇങ്ങനെ ഈ ഈ ഒരു മിക്സ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പപ്പടം കുറച്ച് വെള്ളത്തിൽ മുക്കി ഒന്നെടുക്കണം. നല്ല കട്ടിയായിട്ടിരിക്കുമല്ലേ, അപ്പോൾ വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും നമുക്ക്. അങ്ങനെ സോഫ്റ്റായ ആ പപ്പടത്തിലോട്ടാണ് നമ്മൾ ഈ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്കിലേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മടക്കി വെക്കുമ്പോഴത്തേക്കും പപ്പടം ഒടിഞ്ഞു പോകുമല്ലോ, പൊട്ടിപ്പോവുമല്ലോ. അത് കാരണം ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് അന്നേരത്തേക്കൊന്ന് സോഫ്റ്റാവും. സോഫ്റ്റായതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല മുരുമുരാന്നിരിക്കും. അതിനകത്ത് ഫില്ലിങ്സും ചീസും ഒക്കെ വരുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാൻ ആരും മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ദാ രണ്ടാമത് ഞാൻ അതുപോലെ പപ്പടം വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പപ്പടം ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ട് പിന്നെയും അതുപോലെ സെയിം പ്രൊസീജിയർ ഫില്ലിങ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് ഈ ഫില്ലിങ്സിനകത്ത് നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ മുട്ട വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെജ്ജീസ് മാത്രം വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള വെജ്ജീസൊക്കെ വെച്ചിട്ട് ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രിസ്പി സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പപ്പടത്തിൻ്റെ ഒരു ക്രിസ്പും ക്രിസ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു ഇതും പിന്നെ അകത്ത് ചീസും ഫില്ലിങ്സും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അ അത് പൊട്ടിപ്പോകുന്നൊന്നും ആരും പേടിക്കേണ്ട. കാരണമെന്ന് വെച്ചാൽ നമ്മൾ അത് നന്നായിട്ട് തന്നെ പപ്പടവും നനച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അത് എണ്ണയിലിടുമ്പോഴത്തേക്കും അങ്ങനെ പൊട്ടി വരുത്തൊന്നുമില്ല. നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഭാഗം തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിയൊന്നും വന്നിട്ടില്ല. ഫില്ലിങ്സ് എല്ലാം അകത്ത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ. പപ്പടം ഇരിപ്പുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇത് ഉണ്ടാക്കാതെ പോവല്ല കേട്ടോ. അതുപോലെ ടേസ്റ്റാണ്. ശരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല. നല്ല ക്രിസ്പി ആയിട്ടും നല്ലൊരു ഫില്ലിങ്സ് കൂടെയൊക്കെ ഇച്ചിരി ചിക്കനും കൂടെയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് വെജ്ജീസ് മാത്രം വെച്ചിട്ടാകുമ്പം ചീസും കൂടെയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഇനിയും വേണമെന്ന് ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ഉണ്ടാക്കി കൊടുത്തു. ഈസിയാണല്ലോ, ഫില്ലിങ്സ് ഒന്നും ഉണ്ടാക്കാനുള്ള പാടേ
ബാക്കിയൊക്കെ പിന്നെ എളുപ്പമല്ലേ. പിന്നെ പപ്പടമാണേലും എപ്പോഴും ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും പപ്പടം സ്റ്റോക്കാണ്. അപ്പം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയതിന് ശേഷം പപ്പടം മറക്കട്ടെ, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് വെജീസും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ സെക്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് ഒന്നും പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് കേട്ടോ അത്. പെട്ടെന്ന് ചായയൊക്കെ തിളയ്ക്കുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഞാനിത് ശരിക്കും നമ്മളിന്ന് എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പൊളിച്ച് വരുന്നതിനകത്ത് ചീസ് ഇങ്ങനെ ഇരിക്കും. ആ ചീസ് കുട്ടികൾക്കൊക്കെ ചീസ് ഇഷ്ടമാണല്ലോ. ഇങ്ങനെയൊക്കെ ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർ കഴിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്